ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 45 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാംഫർ ഓയിൽ, അതായത് കർപ്പൂരം, പിന്നെ കാസ്റ്റർ ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാവുന്നതാണ്. അതിൽ നന്നായിട്ട് അലിയിപ്പിച്ചിട്ട് ലൈറ്റായി ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് സ്കാൽപ്പിൽ മാത്രം മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ നൈറ്റും സ്കാൽപ്പ് മസാജ് ചെയ്യേണ്ടതാണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈവനിങ് സ്നാക്കായിട്ട് ബനാന മിൽക്ക് ഷേക്കായിട്ട് കുടിക്കുക, ഇല്ലെങ്കിൽ ബനാന പിന്നെ വേറെ ഫ്രൂട്ട്സും ആയിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അത് ഈവനിങ് സ്നാക്കായിട്ട് എടുക്കാവുന്നതാണ്. ഇത്രയാണ് നിങ്ങൾ ഇന്നത്തെ ഒരു ഹെയർ കെയർ റെമഡി ആയിട്ട് ചെയ്യാനുള്ളത്. ഓയിൽ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സ്കാൽപ്പിലാണ്. സ്കാൽപ്പിൽ ലൈറ്റായിട്ട് ഒരു പ്രഷറേ വേണ്ടുള്ളൂ. അതായത് ഫിംഗർ ടിപ്സ് വെച്ച് മാത്രം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ട് വന്നാൽ അതൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിട്ട് മെല്ലെ ബേബി ഹെയർസ് വരാൻ തുടങ്ങും. പിന്നെ നന്നായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിക്കുക, പിന്നെ സീസണൽ ഫ്രൂട്ട്സും കഴിക്കാവുന്നതാണ്. ഓക്കെ. ഇതിൻ്റെ കൂടെ മറക്കാണ്ട് ഇതൊക്കെ എല്ലാം ചെയ്യണം. ഓക്കെ, ടിൽ 90 ഡേയ്സ് വരെ. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ പിന്നെയും സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പോൾ നൈറ്റ് ഡെയിലി ചെയ്യുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റായിട്ട് ഹെയർ ഓയിൽ, നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കണോ അത് ഓയിലെടുത്ത് ലൈറ്റായി മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ലൈറ്റ് ചൂടോടെ മതി. ഒരുപാടൊന്നും തലയിൽ ഓയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് അത് തലോട്ടി മാത്രം കവറാവുന്ന പോലെ മാത്രം ഇട്ടിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇൻവെർഷൻ മെത്തേഡും ചെയ്യാം, പിന്നെ ഇങ്ങനെ പിന്നോട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ മസാജ് ചെയ്തും കൊടുക്കാവുന്നതാണ്. ഓക്കെ. അങ്ങനെ കൊടുക്കുന്നതിലൂടെ മെല്ലെ ഞങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ആവാനും പിന്നെ ഹെൽത്തി ആയിട്ട് മുടി വളരാനും മുടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഈ ഒരു ടെക്നിക്ക് സഹായിക്കും നിങ്ങളെ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.